സ്വലാത്ത്. ആ സ്വലാത്ത് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു അല്ലേ? ദിവസങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല ദിവസം ഏതാണ്? യൗമുൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസമാണ്. ആ ദിവസം സലാത്ത് ചൊല്ലിയാൽ പ്രത്യേകമായ കൂലിയുണ്ട്, പ്രത്യേകമായ ശ്രേഷ്ഠതയുണ്ട്. നമുക്കറിയാം, പള്ളിയിൽ പോയാൽ അൽഹംദുലില്ലാഹ് പഴയ ആളുകൾ അൽകഫും പ്രത്യേകമായ സ്വലാത്തുകളും ചൊല്ലും. വെള്ളിയാഴ്ച ചൊല്ലേണ്ട സ്വലാത്തുകളുണ്ട്. ആ സ്വലാത്ത് നേരത്തെ വന്ന് പള്ളിയിൽ വന്ന് ചൊല്ലുന്ന മുഅ്മിനീങ്ങളുണ്ട്. അതുപോലെ മുഅ്മിനീങ്ങൾ പള്ളിയിൽ പോയി സലാത്ത് ചൊല്ലുമ്പോ അൽഹംദുലില്ലാഹ് വീടുകളിൽ വെച്ച് സലാത്ത് ചൊല്ലുന്ന മുഅ്മിനാത്തുകളുണ്ട് അല്ലേ? എത്രയോ ആളുകൾ നമ്മുടെ നാടിന്റെ നാനാഭാഗത്തും സലാത്ത് ചൊല്ലിയിട്ട് വലിയ വലിയ സംഭവങ്ങൾ നേടിയെടുത്തവരുണ്ട്. എനിക്കറിയാം, സലാത്ത് ചൊല്ലിയിട്ടാണ് ഉസ്താദെ ഞാൻ ഈ പുരയൊക്കെ ഉണ്ടാക്കിയത്. അതായത് ആ പുര ഉണ്ടാക്കാനുള്ള സാമ്പത്തികമായ എല്ലാ ചുറ്റുപാടുകളും അല്ലാഹു തആല നൽകിയത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സലാത്ത് ചൊല്ലിയിട്ടാണ്. അങ്ങനെ സ്വലാത്ത് മൻസിൽ എന്ന് പേര് വെച്ച ആളുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സംഭവങ്ങൾ പലരും പറയാറുണ്ട്. കടം വീടിയിട്ടുണ്ട് ഉസ്താദെ, സ്വലാത്ത് ചൊല്ലിയിട്ട് എന്റെ കടം വീടിയിട്ടുണ്ട്. ഹലാലായ മാർഗത്തിൽ ലോൺ എടുക്കാതെ, ഒരാളോടും തട്ടിപ്പിനും വെട്ടിപ്പിനും നിൽക്കാതെ സ്വലാത്ത് ചൊല്ലിയിട്ട് കാര്യങ്ങൾ നേടിയവരുണ്ട്, രോഗം മാറിയവരുണ്ട്, പ്രയാസങ്ങൾ നീങ്ങിയവരുണ്ട്, ടെൻഷനുകൾ നീങ്ങിയവരുണ്ട്. അല്ലാഹു നമ്മുടെയും പ്രയാസങ്ങൾ അല്ലാഹു തആല നീക്കി തരട്ടെ. നിങ്ങൾ നോക്ക്, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഓ മുഅ്മിനീങ്ങളെ ശ്രദ്ധിക്കണം, ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു തആല വക്കില ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു ബിഖബരി, എൻ്റെ ഖബറിൽ മലക്കൻ, ഒരു മലക്കിനെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ആ മലക്കിനെ അല്ലാഹു തആല നൽകിയിരിക്കുന്നു അസ്മാഇൽ ഖലായിഖ്, ലോകത്തുള്ള സർവ്വ സൃഷ്ടികളുടെയും വിവരങ്ങൾ അല്ലാഹു തആല ആ മലക്കിന്റെ കയ്യിൽ റെക്കോർഡ് നൽകപ്പെട്ടിരിക്കുന്നു. ഫലാ യുസല്ലി അലയ്യ അഹദുൻ, നിങ്ങളിൽ നിന്ന് ഒരാളും എൻ്റെ മേൽ സലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഇല്ല ഇലാ യൗമിൽ ഖിയാമ, ഈ ലോകത്തിന്റെ അവസാനം എത്തുന്നത് വരെ, ഇല്ല അബ്ലഗനി ബിസ്മിഹി വസ്മി അബീഹി, ആ സ്വലാത്ത് ചൊല്ലുന്നവന്റെ പേരും അവന്റെ ഉപ്പാന്റെ പേരും എനിക്ക് ഖബറിൽ കാണിക്കുന്നത് വരെ, എനിക്ക് ഖബറിൽ അറിയിക്കുന്നത് വരെ നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയിട്ടല്ലാതെ ഇല്ല. നിങ്ങൾ നോക്ക്, റസൂലുള്ളാഹി തങ്ങൾ പറയാണ്, എന്നിട്ട് നബി തങ്ങൾ പറയാണ്, മൻ സല്ലല്ലാഹു സ്വലാത്തൻ വാഹിദതൻ സല്ലല്ലാഹു അലൈഹി അശറ, 10 സ്വലാത്ത് ചൊല്ലുമെന്ന് പറഞ്ഞിട്ട്, വമൻ സല്ലല്ലാഹു അശറൻ, ഇനി ഒരാൾ 10 സ്വലാത്താണ് എൻ്റെ മേൽ ചൊല്ലുന്നതെങ്കിൽ സല്ലല്ലാഹു അലൈഹി മിആ, അവന്റെ പേരിൽ അല്ലാഹു തആല 10 ഗുണം ചൊരിഞ്ഞു കൊടുക്കും, 10 തെറ്റുകൾ പൊറുത്തു കൊടുക്കും, 10 പദവികൾ നൽകപ്പെടും. വമൻ സല്ലല്ലാഹു അലൈഹി മിആ, ഇനി ഒരാൾ 100 സ്വലാത്ത് ചൊല്ലുന്നുണ്ടോ, അല്ലാഹ് കതബല്ലാഹു ബൈന ഐനൈഹി ബറാഅത്തും മിനൻ നിഫാഖ്, അവനെ കപട വിശ്വാസത്തിൽ നിന്ന്, കാപട്യത്തിൽ നിന്ന്, അതേ അവന്റെ കൽബിനെ അല്ലാഹു തആല രക്ഷപ്പെടുത്തും. വബറാഅത്തും മിനന്നാർ, നരകത്തിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. വഅസ്കനഹുല്ലാഹു, അല്ലാഹു തആല അവനെ പാർപ്പിക്കും യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ മഅശ്ശുഹദാ, ശുഹദാക്കളോട് കൂടെ. നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ കിട്ടുന്ന നേട്ടങ്ങളാണ് ദുനിയാവിന്റെ നേട്ടങ്ങൾ, ആഖിറത്തിൽ ഇതിനേക്കാൾ വലിയ നേട്ടങ്ങൾ. അല്ലാഹ് കഴിഞ്ഞില്ല. സലാത്തിന്റെ ശ്രേഷ്ഠത നിങ്ങൾക്ക് മനസ്സിലാക്കണമോ? ആദം നബിയുള്ളാഹി മഹർ കൊടുത്തത്
തിരുമുസ്തഫ നബി മേൽ സലാത്താണ് 20 സലാത്താണ് ആദം നബി ഹവ്വ ബീവിയെ കല്യാണം കഴിക്കുമ്പോ അതേ സ്വർഗത്തിൽ വെച്ച് മെഹറായിട്ട് കൊടുത്തത് അല്ലാഹ് അവിടുന്ന് പറഞ്ഞു സ്വർഗം കൊടുക്കാം മുഴുവനും മഹറിന്. അപ്പോൾ പറഞ്ഞല്ലാഹു അതിലും കൂടുതൽ വേണം സലാത്താ മഹർ നൂറ് മുഹമ്മദിൽ. നിങ്ങൾ നോക്ക്, അല്ലാഹ് ആദം നബിയുള്ളാഹി മഹർ കൊടുത്തത് തിരുമുസ്തഫ നബി മേൽ സലാത്താണ് 20. മഹർ എന്ന് പറയുന്ന സംഗതി പോലും സലാത്തായി കൊടുത്തെങ്കിൽ ഓർത്തൊന്ന് നോക്ക് സലാത്തിനുള്ള ശ്രേഷ്ഠത, ഓർത്തൊന്ന് നോക്ക് സലാത്തിനുള്ള ശ്രേഷ്ഠത. ഓ മുഅ്മിനേ നോക്കണോ, നീ അതാ പള്ളിയിൽ സലാത്ത് നടക്കുമ്പോ പള്ളിയുടെ മുന്നിലൂടെ തേരാപ്പാര നടന്നിട്ട് അത് കുറച്ച് കുട്ടികൾക്കും വലിയവർക്കും ഉള്ളതാണെന്ന് കണക്കിലാക്കിയിട്ട് നീ സൊറ പറഞ്ഞിരിക്കുമ്പോൾ, മൊബൈലിൽ തോണ്ടി കളിക്കുമ്പോൾ ഓർത്തൊന്ന് നോക്ക്, ഓർത്തൊന്ന് നോക്ക് സലാത്തിനുള്ള ശ്രേഷ്ഠത സ്വർഗത്തിനേക്കാൾ വിലപിടിപ്പാണ് അതിനുള്ളത്. സ്വർഗത്തിനേക്കാൾ ആദം നബി പറഞ്ഞു, പടച്ചോനെ സ്വർഗം മുഴുവനും ഞാൻ തരാൻ പറ്റൂല, അതേ മുത്ത് നബിന്റെ മേലെ സ്വലാത്ത് ചൊല്ലണം, അതാണ് ഏറ്റവും വലിയ ശ്രേഷ്ഠത എന്ന് അല്ലാഹു തആല ആദം നബിയോട് പറഞ്ഞെങ്കിൽ മുഅ്മിനീങ്ങളെ സ്വലാത്തിനുള്ള ശ്രേഷ്ഠത ചെറുതല്ല. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, സ്വലാത്ത് ചൊല്ലിയിട്ട് അല്ലാഹുവിന്റെ റസൂലുള്ളാഹിന്റെ രക്ഷയിൽ അവിടുത്തെ ശഫാഅത്തിൽ ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടണം. അല്ലാഹ് അല്ലാഹ് ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅത്തുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഗ്വാലി മുഖ്തഹിമീ. ആപൽ ഘട്ടങ്ങളിൽ, പ്രയാസഘട്ടങ്ങളിൽ, സങ്കടങ്ങളിൽ, പ്രശ്ന സങ്കീർണതകളിൽ മനുഷ്യ മനസ്സുകളിൽ പ്രശ്നങ്ങളുടെ പ്രതിക്കൂട്ടിൽ കഴിയുന്ന മനസ്സുമായി മനുഷ്യൻ നട്ടം തിരിയുമ്പോ, മനുഷ്യൻ ലക്കും ലഗാനുമില്ലാതെ അതേ നട്ടം തിരിയുമ്പോ സുബ്ഹാനല്ലാഹി ലികുല്ലി ഖൗലിൻ മിനൽ അഗ്വാലി മുഖ്തഹിമീ. അപ്പോൾ രക്ഷക്കായി എത്തുന്ന പ്രവാചകനാരാണ്? മുഹമ്മദ് മുസ്തഫ, മുഹമ്മദ് മുസ്തഫ. അല്ലാഹ് അല്ലാഹ് ഒരു കുഞ്ഞു സലാത്ത് അങ്ങ് കൊടുത്താൽ ഒരു കൊട്ട സലാത്ത് തിരിച്ചു പറയുന്ന നേതാവ് ലോകത്തുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. നിങ്ങൾക്കറിയുമോ, റൗളയിൽ വെച്ചിട്ടും പാവപ്പെട്ട ഈ ഉമ്മത്തിനെ ഓർത്തിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചൊല്ലുന്നു, പാവപ്പെട്ട ഈ ഉമ്മത്തിനെ ഓർത്തിട്ട് കരയുന്നു. അല്ലാഹ് നല്ലത് കാണുമ്പോൾ സന്തോഷിച്ച് അൽഹംദുലില്ലാഹ് പറയുന്ന ഒരേ ഒരു നേതാവ് അത് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, സ്വലാത്ത് ചൊല്ലണേ. സ്വലാത്ത് ചൊല്ലാതെ ഒരു ദിവസവും കഴിഞ്ഞു പോകരുത്. നമ്മൾ കഴിയുന്നതും സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂലുള്ളാഹി തങ്ങളോട് അടുക്കാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. ഞാനും നിങ്ങളും മരിച്ചാൽ ഖബറിൽ കൊണ്ടുപോയി വെച്ചാൽ മലക്ക് വന്നിട്ട് ചോദിക്കും, മുൻകർ നക്കീർ വന്നിട്ട് ചോദിക്കും, മൻ റബ്ബുക വമാ ഇമാമുക വമാ ഖിബ്ലതുക എന്നൊക്കെ ചോദിച്ചതിന് ശേഷം ഒരാളെ പറ്റി ചോദിക്കുന്നു, ഈ മനുഷ്യൻ ഇയാളെ നിങ്ങൾക്കറിയുമോ, നിനക്കറിയുമോ? നല്ല മനുഷ്യന്മാര് പറയുന്നു. എന്താ പറയുന്നത്? അത് ഹുവ സയ്യിദുൽ അവ്വലീൻ വ സയ്യിദുൽ ആഖിരീൻ ഖാതിമുൻ നബിയ്യീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണെന്ന് പറയുമ്പോ അല്ലാഹ് അല്ലാഹ് ഖബറിലും രക്ഷ മുഹമ്മദ് നബിയെ കൊണ്ട് അല്ലാഹ് അല്ലാഹ്.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ ഞാനും നിങ്ങളും സ്വലാത്ത് ചൊല്ലിയിട്ട് കണ്ണെത്താ ദൂരം പരന്ന് സഞ്ചരിക്കുന്ന അനുയായികളോട് കൂടെ ഹജ്ജത്തുൽ വദാ നിർവഹിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്തുന്നു. അല്ലാ അപ്പോഴും പറഞ്ഞതെന്താ? ഓ ഞാൻ നിങ്ങളെ കൂടെയുണ്ട്. അല്ലാഹുമ്മ അഹ്യിനി മിസ്കീനൻ വഅമിത്നി മിസ്കീനൻ വഹ്ശുർനി ഫീ സംറത്തിൽ മസാകീൻ. ഈ ഉമ്മത്തിന് വേണ്ടി കഷ്ടപ്പാട് അനുഭവിച്ച നേതാവ്, അതേ വിശന്നിട്ട് ഭക്ഷണം കിട്ടാതെ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് ഖന്തക്കിന്റെ കിടങ്ങ് കുടിക്കുമ്പോൾ വയറ്റത്ത് 2 കല്ല് വെച്ച് കെട്ടിയിട്ട് ഈ ഉമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ഈ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്, ഇവിടത്തെ ഉമ്മത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് അഹോരാത്രം പരിശ്രമിച്ച നേതാവ് അല്ലാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ആ നബിയെ നമുക്കും നിങ്ങൾക്കും മറന്നുകൂടാ, ആ നബിയെ ഒഴിവാക്കിക്കൂടാ. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മറന്നിട്ട് ജീവിച്ചുകൂടാ. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സ്വലാത്ത് ചൊല്ലണേ, സ്വലാത്ത് ചൊല്ലണേ, സ്വലാത്ത് വർദ്ധിപ്പിക്കണം. ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് പ്രയാസ ഘട്ടങ്ങളിലും ആ നബി തങ്ങൾ നമുക്ക് രക്ഷകത്വം. ഇമാം ബൂസൂരി റളിയല്ലാഹു തആല നബിന്റെ കീർത്തന കാവ്യമായ ബുർദ രചിക്കാനുണ്ടായ കാരണം നമ്മൾ എത്രയോ കേട്ടവരാണ്. പണ്ഡിതന്മാര് വിവരിക്കുന്നു, തനിക്ക് പിടിപ്പെട്ട പക്ഷവാത രോഗം, സുബഹപക്ഷവാത രോഗം മാറുന്നതിൽ വൈദ്യശാസ്ത്രം പരാജയപ്പെട്ടപ്പോൾ ഒരു സ്പർശനം കൊണ്ട് 1000 അത്ഭുതങ്ങൾ കാണിക്കുന്ന പ്രവാചകനിലേക്ക് അഭയം തേടാനും ഒരു കീർത്തന കാവ്യം അവിടത്തേക്ക് കാണിക്കയായി സമർപ്പിക്കാനും ഇമാം ബൂസൂരി റളിയല്ലാഹു തആല നിശ്ചയിച്ചു. അങ്ങനെ ബൂസൂരി തങ്ങൾ രചന തുടങ്ങി. അങ്ങനെ രോഗം ശമിക്കാൻ തുടങ്ങി. അതാ ബൈത്തിന്റെ വരികൾ പൂർത്തിയാകുമ്പോൾ സ്വപ്നത്തിൽ നബി തങ്ങൾ വരികയാണ്. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആ മൃദുല മനോഹരമായ ആ തിരുക്കരങ്ങളെ കൊണ്ട് ബൂസൂരി ഇമാമിനെ സ്പർശിക്കുന്നു. ബൂസൂരി ഇമാം സുഖം പ്രാപിക്കുന്നു. സുബ്ഹാനല്ലാഹ്, എത്ര ചരിത്രങ്ങളാണ് പറഞ്ഞാൽ തീരുമോ? എഴുതിയാൽ തീരുമോ? ഇല്ല മുഅ്മിനീങ്ങളെ. അതുകൊണ്ട് നിങ്ങളോട് പറയുന്നു, മുഅ്മിനാത്തുകളോട് പറയുന്നു, നിങ്ങൾ റസൂലുള്ളാഹിനെ മറക്കണ്ട. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലിക്കോ. റഹ്മത്താക ചരാചരമിൽ റാഹത്തേകും ഖൽഖുകളിൽ റഹ്മാൻ തൻ കരുണ നബിയിൽ ആമന്നാ ബി റസൂലില്ലാഹ് ഹസ്ബി റബ്ബി ജല്ലല്ലാഹ് മാ ഫീഹി ഖൽബി ഗൈറുല്ലാഹ് നൂർ മുഹമ്മദ് സല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിതങ്ങൾ റഹ്മത്തായി അല്ലാഹു നിയോഗിച്ചതാണ്. എനിക്ക് വേണ്ടി പഠിച്ചതാണ്, നിങ്ങൾക്ക് വേണ്ടി പഠിച്ചതാണ്. ലോകത്തുള്ള സർവസ്വം ആ നബിതങ്ങളെ കൊണ്ടുണ്ടായതാണ്. അത് മുഴുവനും അനുഭവിക്കുന്നത് നമ്മളാണ്. ആ അനുഭവിക്കുന്നതിനൊക്കെ നന്ദി പറയേണ്ടത് മുത്തുനബിയോടാണ്. അല്ലാ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നബിതങ്ങളില്ലെങ്കിൽ ഒന്നുമില്ല. സുബ്ഹാനല്ലാഹ്. എത്ര കഷ്ടപ്പാടുകൾ നബി തങ്ങൾ സഹിച്ചു ഈ ഉമ്മത്തിന് വേണ്ടി അല്ലേ? എന്നിട്ട് നബി തങ്ങൾ നമ്മളോട് ചോദിക്കുന്നത് എന്താണ്? നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണേ. ദുർഗളേറെ സഹിച്ച നബി, ഫരിനെ അപയസ്ഥാന നബി, ലാലു മുളില്ലു മറിഞ്ഞ നബി, ആമന്നാ ബി റസൂലില്ലാഹ്
റസൂലില്ലാഹ്. നിങ്ങൾ നോക്ക് ഹലാവത്തുൽ ഈമാൻ, ഈമാനിന്റെ മധുരം, ഈമാനിന്റെ മധുരം. ഒരാൾ ഈമാനിന്റെ മധുരം അനുഭവിക്കുന്നുണ്ടോ അയാൾ റസൂലുള്ളാഹിനെ സ്നേഹിക്കണം. മഹബ്ബത്തു റസൂലില്ലാഹ്, മഹബ്ബത്തു റസൂലില്ലാഹ്. സുബ്ഹാനല്ലാഹ്. അതാണ് കഴിഞ്ഞുപോയ കാലങ്ങളിൽ അതാ വലിയ വലിയ മഹത്തുക്കൾ നിങ്ങൾ കണ്ടില്ലേ? ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു പോലും സുബ്ഹാനല്ലാഹ് തൂക്കുമരത്തിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ആ ഖുബൈബ് തങ്ങളോട് ശത്രുക്കൾ ചോദിക്കുന്നു, അല്ലയാ ഖുബൈബ്, അല്ലയാ ഖുബൈബ്, നിനക്ക് രക്ഷയുണ്ട്, നിന്നെ വെറുതെ വിടാ, നിന്റെ ശരീരത്തിൽ ഒരു രോമത്തിന് പോലും പോറലേൽക്കുകയില്ല. പക്ഷേ ഒരു കാര്യമുണ്ട്, നിന്റെ ഈ സ്ഥാനത്ത് തൂക്കുമരത്തില് തൂക്കുകയറില് മുഹമ്മദ് ആയിരുന്നെങ്കിൽ എന്ന് എത്ര നന്നായിരുന്നേനെ എന്നും പറഞ്ഞാൽ മതി. പോരാ, നിന്റെ നാവ് കൊണ്ടൊന്ന് ഉച്ചരിച്ചാൽ മതി, നിനക്ക് രക്ഷയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു തആല അൻഹു മനസ്സാകുന്ന മാണിക്യ കൊട്ടാരത്തിൽ, മനസ്സാകുന്ന മഹൽ പ്രപഞ്ചത്തിൽ അല്ലാ ഇഷ്കിന്റെ ലഹരിയിൽ സ്നേഹത്തിന്റെ എല്ലാം കൊടുത്ത് അതേ ആവാഹിച്ച മുഹമ്മദ് മുസ്തഫ നബി തങ്ങളെ സംബന്ധിച്ച് പറഞ്ഞപ്പോ ഖുബൈബ് തങ്ങൾക്കതാ വിഷമം അനുഭവിക്കുകയാണ്. അവിടുന്ന് പറയുന്നു, ശത്രുക്കളെ, നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കൊന്നാലോ, എന്നെ നിങ്ങൾ തറച്ചാലോ, എന്നെ നിങ്ങൾ തൂക്കുമരത്തിലിട്ട് തൂക്കിയാലോ, എന്റെ നേതാവ് ഈ ലോകം പടക്കാൻ കാരണഭൂതരായ സയ്യിദുൽ അവ്വലീൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലില് ഒരു മുള്ള് തറക്കുന്നത് വരെ ഞാൻ ഇഷ്ടപ്പെടൂല, ഞാനതാ ആഗ്രഹിക്കൂല. പിന്നെയല്ലേ നിങ്ങൾ പറഞ്ഞ കാര്യം ഞാൻ പറയല്, നിങ്ങൾ എന്നെ തൂക്കുക, നിങ്ങൾ എന്നെ ഇഞ്ചിഞ്ചായി കൊല്ലുക. ഖുബൈബ് റളിയല്ലാഹു തആല തൂക്കുമരത്തിലേക്ക് പോകുമ്പോൾ മുത്തുനബിയോടുള്ള സ്നേഹം പ്രകടമാക്കിയെങ്കിൽ അല്ലാ എത്ര സംഭവങ്ങളുണ്ട് പറയാൻ. മുഅ്മിനീങ്ങളെ, നമുക്കിന്ന് യുദ്ധം ചെയ്യേണ്ട ആവശ്യമില്ല. പടക്കളത്തിലും അടർക്കളത്തിലും രണാങ്കണത്തിലും ഇറങ്ങി ശത്രുക്കളോട് പടപൊരുതേണ്ട ആവശ്യമില്ല.